സ്ഥിരമായി പണം കടം വാങ്ങുന്ന ഒരാളാണോ നിങ്ങൾ? ചിലപ്പോൾ നിങ്ങളുടെ 20കളിലും 50കളിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. കടം വാങ്ങാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വാങ്ങിയ കടം നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരാം. ചിലപ്പോൾ നമ്മൾ വെച്ച വീട് നമുക്ക് വിൽക്കേണ്ടി വരും. പല ആളുകളും സൂയിസൈഡ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പണ്ടത്തെ കാലത്തൊന്നും ഈ കടം വാങ്ങുക എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിരുന്നു അല്ലേ? പക്ഷേ ഇന്ന് അതൊരു ട്രെൻഡിങ് കൾച്ചറാണ് അല്ലേ? ഒരു 10 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് ബാങ്കിൽ നിന്ന് കോൾസ് വരും. ക്രെഡിറ്റ് കാർഡ് വേണോ, അതേപോലെ EMI ഓഫേഴ്സ്, പിന്നെ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ഹൗസിംഗ് ലോൺ, അങ്ങനെ ഒരുപാട് നമ്മളെ കടമെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളല്ലേ? അത് ഒരു കാരണമാവാം. അതേസമയം തന്നെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ ക്ലാസ് സ്റ്റാൻഡേർഡിലെങ്കിലും ജീവിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ടല്ലേ? അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളുടെ ഇൻകം നോക്കാതെ നമ്മൾ ചിലപ്പം സ്പെൻഡ് ചെയ്തെന്ന് വരാം അല്ലേ? അതുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ ആയിട്ട് നമ്മൾ കാണാറുണ്ട് കേട്ടോ. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് പോലെ തന്നെ ഈ കടം വാങ്ങുന്നതും ഒരു അഡിക്ഷൻ തന്നെ. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ കടം വാങ്ങുന്ന ഒരു ഹാബിറ്റ് ആക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാം. ഒന്ന്, നിങ്ങൾ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സെൽഫ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കൊരു അത്യാവശ്യം വരുമ്പം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകത്തിനെ കുറിച്ചും നിങ്ങളുടെ എക്സ്പെൻസിനെ കുറിച്ചും കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പെൻസ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ഇൻകം കൂട്ടാൻ വേണ്ടി നിങ്ങളൊരു എഫേർട്ട് ഇടുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് കടം വാങ്ങുന്ന ഹാബിറ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവരാം.